ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മൾ ഇപ്പോഴും ചൂടുകാലൊക്കെ ആകുമ്പോൾ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അതും കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അതിനായിട്ട് 1 ലിറ്റർ പാല് തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ എന്ന് വെച്ചാൽ വാനില ഫ്ലേവറിലാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. പിന്നെ പാല് തിളയ്ക്കുന്ന സമയത്ത് നമ്മളൊരു ബൗളിൽ ഈ കസ്റ്റാർഡ് പൗഡറും മിൽക്ക് പൗഡറും കൂടെ ഒന്ന് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ഒന്ന് മിക്സാക്കി വെച്ചിട്ട് പാല് തിളയ്ക്കുമ്പോൾ നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാല് തിളച്ചതിന് ശേഷം പഞ്ചസാരയും അതുപോലെ ഒരു ഏലക്ക, അതും ഓപ്ഷനിലാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു വിസ്കോ ഒരു സ്പൂണോ വെച്ചിട്ട് ഇളക്കിയിട്ട് കുറച്ചൊരു തിക്ക് ഒരു പരുവാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ മാംഗോ എടുത്തിട്ടുണ്ട്, പിന്നെ ബനാന, അതുപോലെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി, പിന്നെ കസ്കസും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കിസ്മിസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി വെച്ചിട്ട് നമ്മളിതാ ഒരു മണിക്കൂറോളം, ഞാൻ 1 മണിക്കൂറിലധികം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതുപോലെ ഒരു ബൗളിലോട്ട് സെർവ് ചെയ്തിട്ട് കഴിക്കാം. ഇപ്പോൾ ചൂടിന് കുട്ടികൾക്കായാലും ഇപ്പോൾ നമുക്കായാലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചൂട് സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.